ഞാൻ ആർദ്ര രവീന്ദ്രൻ. വല്ലപ്പോഴും മാത്രം വീഡിയോസ് ചെയ്യുന്ന, ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്രിയേറ്ററാണ് ഞാൻ. സോ ഈ വർഷം ഞാൻ വന്നിരിക്കുന്നത് തായ്ലൻഡിലേക്കാണ്. സോ ആദ്യം ചിയാങ് റൈ എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ ബാങ്കോക്കിലേക്കുമാണ് എൻ്റെ യാത്ര. ഒരു 6 days യാത്രയാണ്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് സം വീഡിയോസ് ആൻഡ് എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. സോ ഞാൻ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ബാങ്കോക്കിൽ ഇറങ്ങി അവിടുന്ന് ലേ ഓവർ കഴിഞ്ഞ് ചിയാങ് റൈയിലോട്ട് വന്നു. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ചിയാങ് റൈയിലാണ്. സോ കൊച്ചിയിൽ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ടോട്ടൽ 8 hours ജേർണി ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ലേ ഓവർ. ഫസ്റ്റ് ബാങ്കോക്കിലായിരുന്നു ഇറങ്ങിയത്. എന്നിട്ട് അവിടുത്തെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ചിയാങ് റൈയിലോട്ട് ഫ്ലൈറ്റ് എടുത്തു. അതൊരു ബാങ്കോക്ക് ടു ചിയാങ് റൈ ഒരു 1.5 hours ഫ്ലൈറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബോൾട്ട് വഴി ക്യാബ് ബുക്ക് ചെയ്ത്, നിങ്ങൾക്ക് ബോൾട്ട് വഴിയോ അല്ലെങ്കിൽ ഇൻഡ്രൈവ് വഴിയോ ക്യാബ് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഈ ഹോട്ടൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. ആക്ച്വലി ഹോട്ടലാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വീട് പോലെ, ലിറ്ററലി ഒരു വീടാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു വീട്. ബേസിക്കലി ചിയാങ് റൈ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക്. ലൈക്ക് കുറേ മരങ്ങളും നമ്മളുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറേ ചെടികളും മരങ്ങളും, നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇപ്പം ഞാൻ ഇരിക്കുന്നത് ബാൺ നോൺ പ്ലിയാഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഐ മീൻ ഒരു ഹോട്ടലിലാണ്. എനിക്കത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, വളരെ കാമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ ഹോട്ടൽ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്, ഞങ്ങളുടെ റൂമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. പക്ക ഒരു വീട് സെറ്റപ്പാണ്, വീടാണ്, ഹോം സ്റ്റേ ആണ്. ഇതിവിടെ കുക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. നമുക്ക് അവർ കഴിക്കാൻ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലൈക്ക് നമുക്കിതൊക്കെ ഫ്രീയാണ്. പഴമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ നൂഡിൽസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട്. ചായ ഉണ്ട്. ഈ കേക്ക് നമ്മൾക്കുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് ഇവിടുത്തെ കോറിഡോർ. ഇത് ഓരോ റൂംസ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന് കയറിയുള്ളൂ, അത് കാരണം അറിയില്ല. ഇവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വായിക്കാം. പിന്നെ ഇവിടുത്തെ ബാക്കി സ്ഥലങ്ങൾ. ഇനി ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂം. വളരെ ക്യൂട്ടായിട്ടുള്ള ക്യൂട്ടസ്റ്റ് റൂം. സോ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്, ഞങ്ങളൊരു 2-wheeler റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിയാങ് റൈ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ. 1-2 സ്ഥലങ്ങൾ ഞങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെയൊക്കെ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇന്ന് മൊത്തം ചിയാങ് റൈ, ഇന്നും നാളെയും ചിയാങ് റൈ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ ബാങ്കോക്കിലോട്ടും പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ഞാൻ അവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വാട്രോങ് സ്യൂട്ടൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ടെമ്പിളിൽ വന്നിരിക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ക്ലോസ് ചെയ്തു. ബിക്കോസ് ഓഫ് ഇവിടെ ഫ്ലഡ് നടന്നു. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് നല്ല മഴയും ഫ്ലഡൊക്കെ ആയിരുന്നു. അത് കാരണം അവർ ക്ലോസ് ചെയ്തിരിക്കുക. കുറേ ടൂറിസ്റ്റ് വന്ന് എല്ലാവരും തിരിച്ചു പോവുക. മേ ബി നാളെ വന്ന് നോക്കണം. ഇതിനടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്ന റൂം. അപ്പോൾ നാളെ വന്ന് നോക്കിയിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് സ്ഥലമാണിത്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫ്ലോപ്പായി, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്.
ഡെസ്റ്റിനേഷൻ അതെ അത് സത്യം. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി കണ്ടുപിടിച്ച് പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാങ്കോക്കിൽ തന്നെ, ഐ മീൻ തായ്ലൻഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻസ്റ്റഗ്രാമബിൾ കഫേസിലൊന്നായ ലളിത കഫേയിലാണ് ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നത്. ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് നല്ല പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള കിടിലും പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്ന ഒരു കഫേയാണിത്. ഫുൾ പൂക്കളും വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഇങ്ങനെ സ്നോ വരുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായി കഫേയാണ്. ഞാൻ ഒരുപാട് റീൽസിലും യൂട്യൂബ് വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫൈനലി അവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലാണ് നിൽക്കുന്നത്. താഴെയാണ് ഈ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടവും വ്യൂ ഒക്കെ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ വെള്ളച്ചാട്ടമാണ്. ഞാൻ താഴത്തെ വ്യൂസ് കാണിച്ചു തരാം എന്തായാലും. ഇവിടെ നിന്ന് ഞങ്ങളൊരു 1-2 ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് പറയാം. ഇത്രയും കിടിലൻ ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു നൈസ് വൈബാണ്. ഇത് കൊള്ളാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഫുഡ് കുറച്ച് ശോകമായിരുന്നു. എനിക്ക് ബേസിക്കലി ഇന്ത്യൻ ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. സോ ഞാൻ കരുതിയത് എനിക്ക് ഇഷ്ടമാകാനായിരുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കും ഐശുവിനും ഇഷ്ടമായില്ല. കഫേ മാത്രം അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ കിടിലൻ കഫേയാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. പക്ഷെ ഫുഡ് കുറച്ച് ശോകമായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ നിന്ന് നൈസായിട്ട് മാറി എവിടെയെങ്കിലുമൊക്കെ പോയി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് മസാജിനുള്ള ഓഫേഴ്സും ഉണ്ട്. നമുക്ക് ഇവിടെ കയറുന്നവർക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് വേറെ ഓഫേഴ്സ് ഉണ്ട്. ലൈക്ക് 250 ബാത്തിന്, വിച്ച് മീൻസ് അറൗണ്ട് 500 ഇന്ത്യൻ റുപ്പീസ്. ആ ബഡ്ജറ്റിൽ ഫുഡ് മസാജ് ഉണ്ട്. ഫുഡ് മസാജ് തായ്ലൻഡിൽ സുലഭമായിട്ട് കിട്ടും, ഇവിടെയും ഉണ്ട്. സോ ഞങ്ങളത് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് മസാജ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോ ഞങ്ങൾ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയാം. നമ്മളങ്ങനെ ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമാണ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ്.
റിലാക്സിങ് ആയിട്ടുള്ള റിഫ്രഷിങ് ആയിട്ടുള്ള കിടിലൻ മസാജായിരുന്നു. ഇത്രയും നേരം ഒരു 8 hours ജേർണി കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അതിൻ്റെ ക്ഷീണമൊക്കെ നല്ല വൃത്തിക്ക് മാറി. ഒന്നുകൂടെ ഉറങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയുള്ള യാത്രയിലാണ്. അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണിച്ചത്. അടുത്ത ഡെസ്റ്റിനേഷൻ വാട്ട് ഹുഐ പ്ലാക് ക്യാങ്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വൈറ്റ് ബുദ്ധ കാണുമ്പോൾ വൈറ്റ് ബുദ്ധയാണ് അവിടെ. അതുപോലെ തന്നെ ടെമ്പിൾ ഉണ്ട്. പിന്നെ വേറൊരു ചെറിയൊരു ടെമ്പിൾ കൂടെ ഉണ്ട്. ഇതും ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ്, പക്ഷേ നല്ല കിടിലൻ ടെമ്പിൾ. നമുക്ക് നിറയെ ഫോട്ടോസൊക്കെ എടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. നല്ലതാണ്. ഞങ്ങളതൊന്ന് കണ്ടിട്ട് വരാം. കിടിലൻ സ്ഥലം കേട്ടോ, വൈറ്റ് ബുദ്ധ. ഇതിൻ്റെ ആർക്കിടെക്ചർ പറയാതിരിക്കാൻ പറ്റില്ല. ഇവരെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്?